ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യം ഇപ്രകാരമാണ്: മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും. ഒരുപോലെ അപകടവും പ്രതീക്ഷയും നിഴലിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ വാചകമാണിത്. ഇതാണ് സ്വർഗത്തിന്റെ നീതി. ഈ ഭൂമിയിൽ മുൻപന്തിയിലുണ്ടെന്ന് കരുതുന്നവരെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ തിരസ്കൃതരാകുന്നു. നാം എല്ലാം ഒരുപോലെ പുറന്തള്ളപ്പെടുന്ന ഇടമാണ് സ്വർഗം. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അപകടം പിടിച്ച അവസ്ഥയാണിത്. തങ്ങൾ മിടുക്കന്മാരാണെന്ന് കരുതുന്ന എല്ലാവരും പ്രാർത്ഥനയിൽ, ആത്മീയതയിൽ തുടങ്ങിയ രീതിയിൽ മികച്ചവരാണെന്ന് കരുതുന്നവർ ദൈവത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ തിരസ്കൃതരാകാമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും എളിമയോടുകൂടി വ്യാപരിക്കുന്നവർ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠരായി കരുതുമെന്ന് ഈശോ നമ്മോട് പറഞ്ഞു നൽകുന്നുണ്ട്. ജീവിതത്തിലെ എളിമയാണ്, സ്നേഹമുള്ളവരെ, നമുക്ക് സ്വർഗത്തിലെ പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള സമ്മാനം. എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഏറ്റവും എളിയവനായിട്ട് ജീവിക്കാം, ആത്മീയ രംഗങ്ങളിൽ എളിമയോടുകൂടി ഉന്നതിയിലേക്ക് നടന്നെടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇന്നത്തെ കാലഘട്ടത്തില് ആത്മീയ ജീവിതത്തില് വരങ്ങൾക്ക് വേണ്ടിയും മറ്റു പല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഓടി നടക്കുന്നവർ ഒട്ടനവധിയുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ തിരസ്കൃതരാകാതിരിക്കാൻ വേണ്ടി എളിമയോടുകൂടി വ്യാപരിക്കേണ്ടതാണെന്ന് ഏവരും ഓർത്തുകൊള്ളുന്നത് വളരെ നന്നായിരിക്കും. ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ്: ഒരു എട്ടുകാലി ചത്ത് നരകത്തിലെത്തി. എട്ടുകാലി നരകത്തിൽ എത്തിയപ്പോൾ അവിടുത്തെ ചൂടും തീയും കണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ, എന്നെ ഈ തീയിൽ നിന്നും രക്ഷിക്കണമേ എന്ന്. എട്ടുകാലിയുടെ നിരന്തരമായ പ്രാർത്ഥന കേട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു നൂലിറക്കി കൊടുത്തു. പതിയെ പതിയെ എട്ടുകാലി ആ നൂലിൽ പിടിച്ച് മുകളിലേക്ക് കയറി വരുമ്പോൾ പതുക്കെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ആ നൂലിൽ പിടിച്ചുകൊണ്ട് കുറെ പേർ കടന്നു വരുന്നു. അസൂയ സഹിക്കാൻ പറ്റാതെ എട്ടുകാലി ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ മാത്രം രക്ഷപ്പെട്ടാ പോലെ, എന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഫലമാണ് ദൈവം ഈ നൂലായി തന്നത്. എട്ടുകാലി പതുക്കെ പതുക്കെ ആ നൂലൊന്ന് അനക്കാൻ തുടങ്ങി. പതിയെ അനക്കുന്നതോടൊപ്പം എട്ടുകാലിയും ബാക്കിയുള്ളവരുമെല്ലാം വീണ്ടും നരകത്തീയിലേക്ക് പതിച്ചു. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. ഉയരങ്ങളിലേക്ക് പോകുന്തോറും അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന്, അഹങ്കാരത്തിന്റെ, ഗർവിന്റെ അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് ഈശോ ഈ വാചകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എളിമയോടുകൂടി ആത്മീയ ജീവിതത്തിലെ ഏറ്റവും സ്വീകാര്യമായ അവസ്ഥയാണ് എളിമ. എളിമയോടുകൂടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.